നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ബൈക്ക് പോസ്റ്റിലിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരണപ്പെട്ടു. എടത്വ സ്വദേശി PJ ലിജുമോനാണ് മരണപ്പെട്ടത്. സുഹൃത്തിന് സാരമായ പരിക്കോടെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഈ മാസം 9-ന് ചമ്പക്കുളത്തെ പമ്പയാറ്റിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരുമാടി KK കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അമ്പലപ്പുഴ MLA ചിസ്സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഇരവകാട് SNV ഗ്രന്ഥശാല സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും അനുമോദന യോഗവും ചിസ്സലാം MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സൗമ്യ ചടങ്ങിൽ അധ്യക്ഷയായി. ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ് സർവീസ് പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, വിദ്യാർത്ഥി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 8-ന് സംസ്ഥാനത്താകെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തി പണിമുടക്ക് നടത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ബൈക്ക് പോസ്റ്റിലിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരണപ്പെട്ടു. എടത്വ സ്വദേശി PJ ലിജുമോനാണ് മരണപ്പെട്ടത്. സുഹൃത്തിന് സാരമായ പരിക്കോടെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് വിദ്യാർത്ഥി മരിച്ചു. എടത്വ പാലക്കുളം പാലത്തിന് സമീപം പുത്തൻപുരയ്ക്കൽ ജോയിച്ചൻ എന്ന ജോയി ഇബ്രാഹിമിന്റെയും ലൈജുവിന്റെയും മകൻ PJ ലിജുമോനാണ് മരണപ്പെട്ടത്. ലിജുമോന്റെ കൂടെ ഉണ്ടായിരുന്ന എടത്വ പട്ടത്താനം വീട്ടിൽ മെറിക്കിനെ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തലവടി വെള്ളക്കിണറിന് സമീപം ശനിയാഴ്ച പുലർച്ചെ 12:05 അപകടം നടന്നത്. കാറ്ററിംഗ് ജോലികൾക്ക് ശേഷം മടങ്ങിയ ഇവരുടെ വാഹനം തിരുവല്ല ഭാഗത്തു നിന്ന് എടത്വയിലേക്ക് വന്ന വഴി നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ലിജുമോൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. മെറിക്കിനെ അതുവഴി വന്ന വാഹനത്തിലുള്ളവരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. ലിജുമോനാണ് മരണപ്പെട്ട ലിജുമോന്റെ ഏക സഹോദരൻ. സംസ്കാരം പിന്നീട് നടക്കുമെന്ന് ബന്ധുമിത്രാദികൾ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഈ മാസം 9-ന് ചമ്പക്കുളത്തെ പമ്പയാറ്റിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ഈ മാസം 9-ന് ചമ്പക്കുളത്ത് പമ്പയാറ്റിൽ നടക്കും. സംസ്ഥാനത്തിലെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചമ്പക്കുളത്താറ്റിലെ മൂലം വള്ളംകളി. ഈ വർഷം കേരളത്തിലെ പ്രമുഖങ്ങളായ 5 ചുണ്ടൻ വള്ളങ്ങൾ, 3 A ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ, 3 B ഗ്രേഡ് വെപ്പ് വള്ളങ്ങൾ എന്നിങ്ങനെ 11 വള്ളങ്ങൾ ജലോത്സവത്തിൽ മാറ്റുരയ്ക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. കുട്ടനാട് MLA തോമസ് K തോമസ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനാകും. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് സമ്മാനദാനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ജലോഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് മാസ് ഡ്രിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. മുൻ MLA CK സദാശിവൻ വഞ്ചിപ്പാട്ട് മത്സരം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA KK ഷാജു സമ്മാനദാനം നിർവഹിക്കും. വള്ളംകളിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ ആലപ്പുഴ നടത്തിയ വാർത്താ സമ്മേളനത്തിലും കൂട്ടിച്ചേർത്തു. നമ്മുടെ ചരിത്രപ്രസിദ്ധമായ മൂലം വള്ളം ജലോത്സവം 2025 ജൂലൈ 9 ബുധനാഴ്ച ചമ്പക്കുളത്ത് പമ്പയാറ്റി വെച്ചാണ് നടത്തപ്പെടുന്നത്. കേരള സംസ്ഥാനത്തിലെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള സംസ്ഥാനത്തിലെ ഏറ്റവും പാരമ്പര്യമേറിയ വള്ളംകളിയാണ് ചമ്പക്കുളത്താറ്റിലെ ഈ മൂലം വള്ളംകളി. ചങ്ങനാശ്ശേരി അതിൻ്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി താലൂക്കിലെ പെട്ട കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സാമ്പത്തിക ക്ഷേത്രത്തിലേക്കുള്ള പ്രതിഷ്ഠാവിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ചമ്പക്കുളത്ത് വർഷങ്ങൾക്ക് മുമ്പ് എത്തി മാപ്പിളശ്ശേരി തറവാട്ടിൽ ഇറക്കി വെച്ച് അന്ന് അവിടുത്തെ ആ ഒരു ആചാരപരമായ പൂജയൊക്കെ നടത്തി അവിടെ നിന്നും കളിവള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി നാനാജാതി മതസ്ഥരുടെ സഹകരണത്തോടും കൂടി കുട്ടനാട് തഹസിൽദാർ ജലോത്സവ സമിതി ജനറൽ കൺവീനറുമായ ഷിബു C ജോബ്, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, റൈസ് കമ്മിറ്റി കൺവീനർ AV മുരളി, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ KG അരുൺകുമാർ, കൺവീനർ അജിത് പിഷാരത്ത്, താലൂക്ക് ഉദ്യോഗസ്ഥർ ജോസഫ് ചാക്കോ എന്നിവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരുമാടി KK കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചിസ്സലാം MLA പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി.
വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരുമാടി കെ കെ കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അമ്പലപ്പുഴ MLA H. സലാം ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്തി. ജീവിക്കുന്ന ലോകത്ത് അല്ലെങ്കിൽ നാളെ നിങ്ങൾ മുതിർന്ന് ജീവിക്കാൻ പോകുന്ന ലോകം എന്ന് പറയുന്നത് അനുനിമിഷം വളർന്ന് വികസിക്കുന്ന ലോകത്താണ്. മനുഷ്യ സമൂഹത്തിന്റെ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ വിജ്ഞാനമാണ്. ആ വിജ്ഞാനത്തിന്റെ വളർച്ച ഏറ്റവും പ്രധാനമായി കണക്കാക്കിയാലാണ് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഇപ്പോൾ 16 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ 17 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു മുതിർന്ന് ജീവിക്കാൻ പോകുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു 15-20 കൊല്ലം കഴിഞ്ഞാണ്. ആ ഒരു 15-20 കൊല്ലം കഴിയുമ്പോൾ ലോകത്തിന്റെ സമൂഹത്തിന്റെ ഒരു ജീവിതക്രമം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്കിങ്ങനെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതിന്റെ കാരണം അത്രമാത്രം വേഗതയിലാണ് ശാസ്ത്രത്തിന്റെ വളർച്ച സംഭവിക്കുന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവുന്നത്, ആ പുതിയ അറിവുകൾ, പുതിയ വിജ്ഞാനം, അതിന്റെ കൈമാറ്റം, അതിങ്ങനെ അതിവേഗതയിൽ ഉണ്ടാവുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കേണ്ടി വരിക. വായനാ വസന്തം എന്ന പേരിൽ നടത്തിയ പരിപാടി ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ മാക്കിയിലും ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് C. ശൈലേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് ലക്ഷ്മി ചന്ദ്രൻ, G. ഷിബു, വീണ ശ്രീകുമാർ, ശാലിനി തോട്ടപ്പള്ളി, R. ബാബു, ഉണ്ണികൃഷ്ണൻ, R. രാകേഷ്, സത്യൻ എന്നിവർ സംസാരിച്ചു. ഇരവുകാട് SNV ഗ്രന്ഥശാല സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും അനുമോദന യോഗവും അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ഇരവുകാട് SNV ഗ്രന്ഥശാല സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും അനുമോദന യോഗവും അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. ആ മാറ്റം സംഭവിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വായനയിലേക്ക് നമ്മൾ തിരിയുക എന്നുള്ളത് തന്നെയാണ്. അത് ചെറിയ ക്ലാസ് മുതലേ നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന ഏതെല്ലാം വായിക്കാൻ കിട്ടുമോ അതെല്ലാം വായിക്കാൻ പറ്റുന്ന ശീലങ്ങളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരിക എന്നുള്ളത് ഒരു മുഖ്യമായ കാര്യമായി നമ്മൾ കണക്കാക്കാൻ പറ്റണം. അക്കാഡമിക് കാര്യങ്ങൾ മാത്രം വായിക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ പാഠപുസ്തകത്തിന്റെ പാഠഭാഗങ്ങൾ മാത്രം വായിക്കുകയും അറിയുകയും ചെയ്യുക എന്നുള്ളതല്ല. പലപ്പോഴും നമ്മൾ പരിമിതപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. രക്ഷകർത്താക്കളാണെങ്കിൽ കുട്ടികളെ വായിക്കാൻ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ പാഠപുസ്തകം മാത്രം വായിക്കണം, പഠിക്കണം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഭൂരിപക്ഷത്തിൽ അങ്ങനെയാണ്. അതിനപ്പുറമായൊരു വായനയിലേക്ക് നമ്മളെ കുട്ടികളെ ഒന്ന് ശീലിപ്പിച്ച് അങ്ങനെ ഒരു ഡെപ്ത് കൂട്ടിക്കൊണ്ടിരുന്ന രീതി പലപ്പോഴും ഉണ്ടാവില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന്റെ അറിവിന്റെ ഒരു വളർച്ച, വികാസം വളരെ വളരെ പ്രധാനമാണ്. ബഹുമുഖമായ അറിവ് ആർജിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള പ്രാപ്തിയുള്ള കുട്ടിയായി നമ്മുടെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നാൽ. ഇരവുകാട് ശ്രീദേവി ക്ഷേത്ര ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് S. ശുഭ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി S. പ്രദീപ് വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി. SSLC+2 പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടിയവരെയും LSS USS സ്കോളർഷിപ്പ് നേടിയവരെയും ഗ്രന്ഥശാല നടത്തിയ സാഹിത്യ പ്രശ്നോത്തരിയിൽ വിജയികളായവരെയും ചടങ്ങിൽ അനുമോദിച്ചു. കൗൺസിലർ സൗമ്യരാജ്, K. മോഹൻകുമാർ, CT ഷാജി, മുരുകൻ ഇരവകാട്, D. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. S. പ്രദീപ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ് സർവീസ് പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, വിദ്യാർത്ഥി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 8-ന് സംസ്ഥാനത്താകെ ബസ്സുകൾ സർവീസ് നിർത്തി പണിമുടക്ക് നടത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ് സർവീസ് പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, വിദ്യാർത്ഥി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുക, ബസ് ജീവനക്കാർക്ക് PCC വേണമെന്ന കരിനിയമം പിൻവലിക്കുക, ഈ ചെല്ലാൻ വഴിക്കുള്ള അന്യായമായ പിഴ ചുമത്തൽ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ബസ് സർവീസ് നിർത്തിവെച്ച് ഏകദിന സൂചനാ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 8-ന് സംസ്ഥാനത്താകമാനം ബസ് സർവീസ് നിർത്തിവെച്ച് സമരം നടത്തുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചത്. തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 13 വർഷമായി സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ 1 രൂപ നിരക്കിലാണ് യാത്ര ചെയ്തു വരുന്നത്. യാത്രക്കാരിൽ 60% വിദ്യാർത്ഥികളാണ്.
ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്കും തൊഴിലാളികൾക്ക് തുടരെ അധിക വേതനം ആവശ്യപ്പെട്ട് സമരം പ്രഖ്യാപിക്കുന്നതും പിഴകളും ക്യാമറകൾ, GPS, സ്പീഡ് ഗവർണർ തുടങ്ങിയവ ഘടിപ്പിക്കുന്നതിന് വേണ്ടി വരുന്ന അധിക ചിലവുകളും സ്വകാര്യ ബസ്സുകൾക്ക് താങ്ങാൻ കഴിയാത്തതാണ്. ഇതിനെല്ലാം പണം കണ്ടെത്താൻ വിദ്യാർത്ഥി കൺസെഷൻ നിരക്കുകളിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടായേ തീരുവെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ആ സമരസമിതി നിരവധി തവണ കേരളത്തിലെ മാറി മാറി വരുന്ന ട്രാൻസ്പോർട്ട് മന്ത്രിമാർക്കും അതേപോലെ തന്നെ തൊഴിൽ മന്ത്രിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കുമൊക്കെ നിരവധി തവണ കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ ഒക്കെ നിരത്തിക്കൊണ്ട് നിരവധി തവണ അപേക്ഷ കൊടുത്തിട്ടും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനോ യാതൊരു നടപടിയും ഇതിന് അനുകൂലമായി സ്വീകരിക്കാനോ ഈ ട്രാൻസ്പോർട്ട് മന്ത്രിമാരും ബന്ധപ്പെട്ട ഗവൺമെൻറ്റും തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ സമരം ചെയ്യാതെ, ബസ് നിർത്തിവെച്ചുള്ള സമരം ചെയ്യാതെ, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള, തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചുള്ള സമരം ചെയ്യാതെ ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള സമരമാർഗങ്ങൾ കഴിഞ്ഞ കുറേ വർഷമായി. സംയുക്ത സമരസമിതി ചെയർമാൻ പാലമുറ്റത്ത് വിജയകുമാർ, കൺവീനർ SM നാസർ, വൈസ് ചെയർമാൻ ദിനേഷ് കുമാർ, ജോയിന്റ് കൺവീനർ MJ കുര്യൻ, KN ബാബു എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ഗുണമേന്മയുള്ള വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് കൃഷിവകുപ്പ് മന്ത്രി വി പ്രസാദ് പറഞ്ഞു. വിത്ത് ഗ്രാമം പദ്ധതി വഴി ഉൽപ്പാദിപ്പിച്ച നെൽവിത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷയായി. വിത്തുകൾ രാജ്യത്തിന്റെ ഖജനാവാണെന്നും ഏറ്റവും ഗുണമേന്മയുള്ള വിത്തുകൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് വിത്ത് ഗ്രാമം പദ്ധതി വഴി ഉൽപ്പാദിപ്പിച്ച നെൽവിത്തിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിലയുടെ കാര്യത്തിനകത്തും വർധനവുണ്ടാകേണ്ടത് അനിവാര്യമാണ്. ആ വർധനവ് നമ്മുടെ കർഷകർക്ക് എത്രമാത്രം ലഭ്യമാക്കാൻ കഴിയും? ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാം നിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആ നിൽക്കുന്നതിനിടയിലും സാധ്യമാകുന്ന തരത്തിലുള്ള സഹായങ്ങൾ, ഒരു ഇടപെടൽ ഈ കാര്യം നെല്ലിന്റെ വിലയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. സർക്കാരിന്റെ സജീവമായ പരിഗണനയുള്ള കാര്യം തന്നെയാണത്. ഇനി സാധ്യമാകുന്നിടത്തോളം എല്ലാവരും കൃഷി ചെയ്യണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു വരുമാനമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതുന്നുണ്ടാവും. പക്ഷെ ആ വരുമാനം കൊണ്ട് തീർത്താൽ തീരാത്ത തരത്തിലുള്ള രോഗങ്ങളുടെ ഇടങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ മെഡീസൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും കഥയില്ലാത്ത തരത്തിൽ മുമ്പോട്ട് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ കൂടി ഉത്പാദിപ്പിച്ചാൽ കേരളത്തിൽ പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത എത്താൻ പറ്റും. നെല്ലിൻ്റെ കാര്യത്തിൽ പ്രയാസമാണ്. തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമായിരുന്ന കാലത്ത് നമുക്ക് ആവശ്യമായ അരി അല്ലെങ്കിൽ നെല്ല് ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നില്ല. പക്ഷെ നമുക്ക് പച്ചക്കറിയുടെയും കിഴങ്ങുവർഗ്ഗങ്ങളുടെയും ഇലവർഗ്ഗങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ കേരളത്തിന് സ്വയം പര്യാപ്തത എത്താൻ പറ്റും. സർവകാല റെക്കോർഡാണ് കഴിഞ്ഞ വർഷം നമ്മൾ നേടിയത് ഈ പച്ചക്കറി ഉത്പാദനത്തിനായിട്ട്. ആദ്യം ശ്രമിച്ചാൽ നമുക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ പറ്റും. ഗുണമേന്മയുള്ള വിത്തുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാർ തലത്തിൽ ആവിഷ്കരിക്കും. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 1200 കോടിയോളം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകാനുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തും. നാട്ടിലെ പച്ചക്കറി ക്ഷാമം നേരിടുന്നതിന് 365 ദിവസവും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള തീവ്രയജ്ഞത്തിലേക്ക് നീങ്ങണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. നഗരസഭാ ഉപാധ്യക്ഷൻ PSM ഹുസൈൻ മന്ത്രിയിൽ നിന്നും വിത്തുകൾ ഏറ്റുവാങ്ങി. 1 ലക്ഷം പച്ചക്കറി തൈ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് നിർവഹിച്ചു. ആര്യാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ സനൽകുമാർ പച്ചക്കറി തൈ ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ഐസക് രാജു, MV പ്രിയ, അഡ്വക്കേറ്റ് TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഹേമലത മോഹൻ, അഡ്വക്കേറ്റ് R റിയാസ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പളി, ഫാംസ് അഡീഷണൽ ഡയറക്ടർ തോമസ് സാമുവൽ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആനി മാത്യു, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് V പ്രദീപ് കുമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും തുടി എന്ന പേരിൽ നൃത്താവിഷ്കാരവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലിയും തുടി നൃത്താവിഷ്കാരവും നടത്തി. ജില്ലാ പഞ്ചായത്ത് ഹാളിന് മുന്നിൽ സംഘടിപ്പിച്ച പരിപാടി അമ്പലപ്പുഴ MLA സലാം ഉദ്ഘാടനം ചെയ്തു.
പഴയ കാലത്തേക്കാൾ വ്യത്യസ്തമായി ഇന്നത്തെ കാലത്തെ രാസലഹരി ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒരാളെ പിടികൂടിയാൽ ആ പിടികൂടുന്നിടം തൊട്ട് ജീവിതം അവസാനിക്കുകയും മരണത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നു എന്ന ഒരു ഗൗരവതരമായൊരു അവസ്ഥയാണ്, സാഹചര്യമാണ്. മുൻപെല്ലാം നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു മൈൻഡിലേക്ക് വരുന്നത് ഇത്തിരി പ്രായം ചെന്ന ആളുകൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവർ വന്ന് ഒരു കള്ളുഷാപ്പിൽ കയറി ഇത്തിരി കള്ള് കുടിച്ചിട്ട് വന്ന് ഇച്ചിരി ഒച്ചത്ത് വർത്താനം പറയുകയോ പാട്ട് പാടുകയോ ഇത്തിരി വഴക്കിടുകയോ ചെയ്യുന്ന ഒരാളെ കുറിച്ചായിരിക്കും. പഴയകാല സിനിമയിലൊക്കെ അവതരിപ്പിക്കുന്ന കഥാപാത്രം അങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ ഒരു കാലത്ത് ലഹരി ഏതെല്ലാം നിലയ്ക്ക് വ്യത്യാസപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായി തന്നെ നമുക്ക് ബോധ്യമാകുന്ന നിലയിലാണ് മാറ്റം സംഭവിക്കുന്നത്. രാസലഹരി എന്നുള്ളത് എത്ര രാസലഹരി ഉപയോഗം മൂലം വഴിതെറ്റുന്ന യുവതലമുറയെ നേർവഴിക്ക് നയിക്കുവാൻ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിയുന്നുണ്ടെന്ന് MLA അഭിപ്രായപ്പെട്ടു. വാർഡ് കൗൺസിലർ സിമി ഷാഫി ഖാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ S രാജലക്ഷ്മി, അധ്യാപകരായ മെൽവിൻ ഫെർണാണ്ടസ്, K സുജാം, മനു പുന്നൂസ്, NSS ലീഡർ സ്നേഹ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് NSS വോളണ്ടിയേഴ്സ് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ നൃത്തശില്പവും ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൈക്ക് പോസ്റ്റിലിടിച്ച് കോളേജ് വിദ്യാർത്ഥി മരണപ്പെട്ടു. എടത്വ സ്വദേശി PJ ലിജുമോനാണ് മരണപ്പെട്ടത്. സുഹൃത്തിന് സാരമായ പരിക്കോടെ തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഈ മാസം 9-ന് ചമ്പക്കുളത്തെ പമ്പയാറ്റിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരുമാടി KK കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അമ്പലപ്പുഴ MLA ചിസ്സലാം പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. ഇരവകാട് SNV ഗ്രന്ഥശാല സംഘടിപ്പിച്ച വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും അനുമോദന യോഗവും ചിസ്സലാം MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സൗമ്യ ചടങ്ങിൽ അധ്യക്ഷയായി. ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ് സർവീസ് പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക, വിദ്യാർത്ഥി ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 8-ന് സംസ്ഥാനത്താകെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തി പണിമുടക്ക് നടത്തുമെന്ന് സ്വകാര്യ ബസ് ഉടമ സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.